സ്നേഹമുള്ളവരെ, പല കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ, നമ്മൾ കണക്ക് കൂട്ടിയതുപോലെ നടക്കാതെ വരുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്? പലപ്പോഴും നിരാശയോടുകൂടി, നിറഞ്ഞ വൈകാരികതയോടുകൂടി ആയിരിക്കും നമ്മുടെ പ്രതികരണങ്ങൾ. അപ്പോഴൊക്കെ നമ്മുടെ പെരുമാറ്റങ്ങൾ മോശമാകാറുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള മാനുഷിക പ്രതികരണമാണ്. എന്നാൽ യേശു ഈ ഒരു വഴിയല്ല തിരഞ്ഞെടുക്കുന്നത്. അതാണ് ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നത്. യേശു തൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. യൂദാസ് ആ കൂട്ടായ്മ വിട്ട് പുറത്തേക്ക് പോവുകയാണ്. യേശുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്താണ് കാരണമെന്ന്. ഉടൻ തന്നെ ഈ യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കും. അത് തന്നെ തൻ്റെ മരണത്തിലേക്ക് നയിക്കും. മാത്രമല്ല, യൂദാസും വളരെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്കാണ് പോകുന്നത്. ഇങ്ങനെയുള്ള ചിന്തകൾ, നിരവധി ചിന്തകൾ യേശുവിൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. തീർച്ചയായിട്ടും ഒരു സാധാരണ മനുഷ്യൻ ഈ ഒരു ഘട്ടത്തിൽ വളരെ വൈകാരികതയോടുകൂടി, വളരെ നിരാശയോടുകൂടിയൊക്കെ സംസാരിക്കും, പെരുമാറും. എന്നാൽ യേശു ചെയ്യുന്നത് എന്താ? യേശു തുടർന്നും സ്നേഹത്തോടുകൂടി അവരെ പഠിപ്പിക്കുക, സ്നേഹത്തെപ്പറ്റി പഠിപ്പിക്കുക, പരസ്പരം സ്നേഹിക്കുക. അതായിരുന്നു യേശു പറയുന്നത്. വെറുക്കുവാനോ എതിർക്കുവാനോ അല്ല യേശു പറയുന്നത്, സ്നേഹിക്കുക. സ്നേഹമുള്ളവർ, നമ്മൾ ഈ സ്നേഹം എന്നുള്ള വാക്ക് ഒത്തിരി തവണ ആവർത്തിക്കുന്നതാണ്. എന്നാൽ പലപ്പോഴും ഈ സ്നേഹം മനസ്സിലാകാതെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കേണ്ടി വരും. സ്നേഹം കലഹത്തിൻ്റെ ഭാഷയല്ല, മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് ഉള്ള ഒരു വഴിയാണ് സ്നേഹം. അതെ, സ്നേഹമെന്നുള്ളത്, യഥാർത്ഥ സ്നേഹമെന്നുള്ളത് വളരെ കടുപ്പമുള്ള ഒന്ന് തന്നെ. ഇതാണ് യേശുവും പഠിപ്പിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ട് പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ ഈ സ്നേഹത്തിൻ്റെ കുറവ് നമ്മൾ അനുഭവിക്കുക. അവിടെയൊക്കെ വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും ഒക്കെ കുറവുകൾ നമ്മൾ അനുഭവിക്കുക. അത് തിരുത്തപ്പെടേണ്ടതാണെന്ന് യേശുവിന് മനസ്സിലാകുന്നു. അതുകൊണ്ടാണ് യേശു തൻ്റെ ശിഷ്യരെ കുഞ്ഞുങ്ങളെ, എൻ്റെ മക്കളെ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അവർ യഥാർത്ഥത്തിൽ യേശുവിൻ്റെ മക്കളാണെങ്കിൽ യേശുവിൻ്റെ രാജ്യത്തെ സ്വന്തമാക്കുക മാത്രമല്ല, യേശുവിൻ്റെ സ്വഭാവം, അവൻ്റെ നന്മ അതുകൂടി അവർ സ്വന്തമാക്കുകയാണ്. അതെ, യഥാർത്ഥ അവകാശികൾ അവർ ഈ സ്വത്തും സമ്പത്തും മാത്രമല്ല അവകാശമാക്കുന്നത്. യേശുവിൻ്റെ മക്കളാണെങ്കിൽ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ സ്വഭാവം, ആ നന്മ നമ്മൾ സ്വന്തമാക്കും. അതുവഴി മറ്റുള്ളവർ നമ്മെ തിരിച്ചറിയും. നമ്മളും ജ്ഞാനസ്നാനം എന്ന കൂദാശയിലൂടെ ദൈവത്തിൻ്റെ മക്കളായവരാണ്. അതുകൊണ്ട് നമുക്കും ഈ ഒരു കടമയുണ്ട്, ദൈവത്തിൻ്റെ മക്കളായിട്ട് ജീവിക്കുവാൻ, നമ്മുടെ വാക്കിലും പ്രവൃത്തികളിലും അത് പ്രതിഫലിപ്പിക്കുവാൻ. നമുക്ക് എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി അത് അവകാശപ്പെടുവാൻ സാധിക്കും? ദൈവത്തിൻ്റെ മക്കളുടെ രീതിയിലാണ് നമ്മളുടെ പെരുമാറ്റമെന്നുള്ളത്. നമ്മൾ മാനസികമായിട്ട് വ്രണപ്പെട്ട് നിൽക്കുമ്പോൾ, നിരാശയിലായിരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്? നമ്മുടെ സന്തോഷവും അവരുടെ സന്തോഷവും നമ്മൾ തല്ലിക്കെടുത്തുന്നുണ്ടോ? മറ്റുള്ളവരെ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ടോ? വെറുപ്പോടെയും അതുപോലെയുള്ള വികാരങ്ങളോടുകൂടിയുമാണോ നമ്മൾ മറ്റുള്ളവരെ കാണുന്നത്? സ്നേഹമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ മക്കളെന്ന രീതിയിൽ ഈ സ്നേഹത്തിന് വേണ്ടി, ഈ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുവഴി ജീവിതത്തിലെ മോശം അവസരങ്ങളിലും ശക്തിയോടുകൂടി, ശക്തമായ നിലപാടുകൂടി നിൽക്കുവാനായിട്ട്, വിശ്വസിക്കുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിന് സ്നേഹം തന്നെയായ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.